സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം. നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം. സൂത്രഭാഷ്യഹൃദൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമഭക്ത്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശ്യം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവദീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. സദ്ഗുരും തം നമാമി. സദ്ഗുരും തം നമാമി. ദൈവമേ കാത്തുകൊള്ളുകങ്ങു കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാപ്തിക്കു ആവിവൻ തോണി നിൻ പദം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊഴുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നിലാസ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാകണം. അമൃതാത്മാക്കളെ, വളരെ ഗൗരവമേറിയതും എന്നാൽ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതുമായ ഒരു ഗഹനമായ വിഷയമാണ് ഞാനിന്നിവിടെ പ്രതിപാദിക്കുന്നത്. അഷ്ടാവക്രഗീത. അഷ്ടാവക്രഗീതയിൽ നിന്നും ചില ഭാഗങ്ങൾ, ചില ശ്ലോകങ്ങൾ, എനിക്ക് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്ത ചില ശ്ലോകങ്ങൾ. അഷ്ടാവക്രഗീത പൂർണ്ണമായും ഇവിടെ പ്രതിപാദിക്കുന്നില്ല. അന്തർമുഖനായ എനിക്ക് ചൈതന്യത്തിൻ്റെ വഴിയിലേക്ക് കയറുവാനുള്ള ഊന്നുവടിയായി എനിക്ക് ലഭിച്ച അറിവിൻ്റെ ശകലങ്ങൾ കോർത്തിണക്കി ഞാൻ എനിക്ക് വേണ്ടി എന്നെ അറിയുവാൻ ഉപയോഗിക്കുന്ന, ഞാൻ എന്നെ അളക്കാൻ ഉപയോഗിക്കുന്ന അളവുകോലായി ഈ മൊഴിമുത്തുകൾ മാറുമെന്നതിനാൽ ഞാൻ ഇവിടെ അതിനെ പ്രതിപാദിക്കുന്നു. അഷ്ടാവക്രഗീത നമ്മളിവിടെ പ്രതിപാദിക്കുമ്പോൾ അതിൻ്റെ ഗുരുവിനെയും അതെഴുതിയ ആളെയും ഒക്കെ ഒന്ന് സ്മരിച്ചുകൊണ്ട് വേണം നമ്മളിത് തുടങ്ങുവാൻ. കാരണം ഇത് ആത്മവസ്തുവും അനാത്മവസ്തുവും എങ്ങനെ വേർതിരിച്ച് നമുക്ക് മനസ്സിലാക്കാം എന്നുള്ള ഒരു തത്വം വ്യക്തമായി ഇവിടെ അവതരിപ്പിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകം ഈ രീതിയിലുള്ള ഒരു ഉപദേശമാണ്. ആത്മാവിനെക്കുറിച്ച് പറയുന്ന 100 ശ്ലോകങ്ങൾ, അതേമാതിരി അഷ്ടാവക്രഗീതയും അതിനൊരുപടി മേലെ കൂടി നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമായതിനാൽ നമ്മൾ വളരെ ഗാഢമായി ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കണം. അഷ്ടാവക്രൻ എന്ന ഗുരു പറഞ്ഞ വാക്കുകൾ അത് ഗീതയായി ഇവിടെ രൂപപ്പെടുന്നു. ഇതിൻ്റെ കാലഘട്ടം
ഏകദേശം 5000 വർഷങ്ങൾക്ക് മുൻപാണ്. അതായത് ത്രേതായുഗത്തിൽ ആണ് എന്ന ഒരു കാര്യം കൂടി നമ്മൾ ഓർമ്മിക്കുന്നു. കാരണം ഇത് അഷ്ടാവക്രനും ജനക ചക്രവർത്തിയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. അഷ്ടാവക്രൻ്റെ അച്ഛൻ കഹോടൻ, അമ്മ സുശീല, അമ്മയുടെ അച്ഛൻ ഉദ്ദാലക ഗുരു, അമ്മയുടെ സഹോദരൻ ശ്വേതകേതു. ഈ ഉദ്ദാലക ഗുരുവിനെ നമ്മൾ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ആ ഗുരുവാണ് തത്വമസി എന്ന് ലോകത്തിന് സമർപ്പിച്ച, എല്ലാത്തിൻ്റെയും അവസാനമായി സമർപ്പിച്ച തത്വം അസി എന്ന് നമ്മളെ ബോധിപ്പിച്ചത്. സുശീലയുടെ ഗർഭചികിത്സയ്ക്ക് പണമില്ലാതെ വരുമെന്നതിനാൽ ഭാര്യയുടെ വാക്ക് കേട്ട് അന്ന് ജനക ചക്രവർത്തിയുടെ രാജസദസ്സിൽ പണ്ഡിത സദസ്സ് നടക്കുന്നു എന്നും ആ സദസ്സിൽ പങ്കെടുത്ത് വിജയിച്ചാൽ ധാരാളം പണം വന്നുചേരും എന്നതിനാൽ ആ പണ്ഡിത സദസ്സിൽ പങ്കെടുക്കുവാനായി കഹോടൻ പോകുന്നു. അതിനു മുമ്പ് ഗുരുകുലത്തിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സുശീലയുടെ ഗർഭത്തിലിരുന്ന് അച്ഛൻ പഠിപ്പിക്കുന്ന വേദഭാഗങ്ങൾ തന്നെ തപിപ്പിക്കുന്നു എന്ന് ശിഷ്യന്മാരുടെ മുൻപിൽ വെച്ച് ഗർഭസ്ഥയായ ഒരു ശിശു പറഞ്ഞപ്പോൾ കഹോടനിലെ ആ ഒരു ഭാവമാറ്റം പ്രകടിപ്പിച്ചു. അദ്ദേഹം നീ 8 വളവുകളോട് കൂടിയ ഉള്ളവനായി തീരട്ടെ എന്ന അഷ്ടാവക്രോഭവ എന്ന് ശപിക്കുകയും ചെയ്തു. അനന്തരം ജനക ചക്രവർത്തിയുടെ രാജധാനിയിലേക്ക് പുറപ്പെട്ട കഹോടൻ തിരിച്ചു വന്നില്ല. ഒരു ദിവസം ആശ്രമമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഹോടൻ തൻ്റെ മുത്തച്ഛനായ ഉദ്ദാലക ഗുരുവിൻ്റെ മടിയിൽ ചെന്നിരുന്നു. ഇത് കണ്ട ശ്വേതകേതു ഓടിവന്ന് കഹോടനെ പിടിച്ച് താഴെ ഇറക്കി, ഇത് നിൻ്റെ അച്ഛനല്ല, ഇതെൻ്റെ അച്ഛനാണ് എന്ന് പറഞ്ഞു. സങ്കടത്തോടുകൂടി അവിടെ നിന്നും അമ്മയുടെ അടുത്തെത്തി, ആരാണ് എൻ്റെ അച്ഛൻ, എൻ്റെ അച്ഛൻ എവിടെ എന്ന് ചോദിച്ചപ്പോൾ ഗർഭത്തിലിരുന്നു കൊണ്ട് ഇവൻ്റെ പ്രഭാവം മനസ്സിലാക്കിയ സുശീല വിറച്ചുകൊണ്ട് സത്യങ്ങൾ മുഴുവൻ പറഞ്ഞു. ഇത് കേട്ട് ജനക ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് ഇറങ്ങി തിരിച്ച അഷ്ടാവക്രനെയാണ് മുൻപ് സൂചിപ്പിച്ചത്. അങ്ങനെ ജനക ചക്രവർത്തിയുടെ കൊട്ടാരത്തിൻ്റെ മുന്നിൽ ഉള്ള ഗേറ്റിൽ, കവാടത്തിൽ എത്തിയ അഷ്ടാവക്രനെ കാവൽക്കാരൻ തടഞ്ഞു. 16 വയസ്സുള്ള ഒരു കുട്ടി, കാണാനത്ര സുഖകരമല്ല. നീ എന്തിനിവിടെ വന്നു എന്ന ചോദ്യത്തിന് ഞാൻ ഇവിടെ നടക്കുന്ന പണ്ഡിത സദസ്സിൽ പങ്കെടുക്കുവാനായി വന്നതാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ട കാവൽക്കാരൻ ചിരിച്ചുകൊണ്ട്, നിന്നെപ്പോലെയുള്ളവർക്ക് പങ്കെടുക്കാനുള്ളതല്ല പണ്ഡിത സദസ്സ്, ഇവിടെ പാണ്ഡിത്യം കൊണ്ട് നിറഞ്ഞ വയസ്സായ ആളുകൾക്ക്, പണ്ഡിതന്മാർക്ക് മാത്രമേ ഇവിടെ പ്രവേശിക്കാൻ പാടുള്ളൂ. ഇത് കേട്ട് അഷ്ടാവക്രൻ പറഞ്ഞു, അറിവിനെ അളക്കുന്നത് പ്രായം കൊണ്ടാണോ? ഈ കുട്ടിയുടെ ഭാഷയും ചോദ്യവും മഹാനായ ജനക ചക്രവർത്തിയുടെ കാവൽക്കാരന് പെട്ടെന്ന് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, പണ്ഡിത സദസ്സിൽ പങ്കെടുക്കാൻ നിന്നെ പറഞ്ഞുവിടാൻ എനിക്ക് സാധിക്കില്ല. എന്നാൽ എങ്ങനെയും രാജാവിനെ മുഖം കാണിക്കാനുള്ളൊരു സന്ദർഭം നിനക്ക് ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞു. അതുപ്രകാരം രാജാവിൻ്റെ ചക്രവർത്തിയുടെ മുന്നിലെത്തിയ അഷ്ടാവക്രനെ കണ്ട് ജനക ചക്രവർത്തി സൂക്ഷ്മമായി ഒന്ന് നോക്കി. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടോ, അതറിഞ്ഞുകൊണ്ടാണോ നിൻ്റെ വരവ് എന്ന ചോദ്യത്തിന് ഞാനെല്ലാം മനസ്സിലാക്കി, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അറിവിൻ്റെ നിറകുടമായ ജനക ചക്രവർത്തി എല്ലാ ഐശ്വര്യങ്ങളുടെയും
വിളനിലമായിരുന്ന വിദേഹരാജൻ, വിദേഹ ചക്രവർത്തി അവിടെ അറിവിനെ ആദരിക്കുന്ന, അറിവിനെ ബഹുമാനിക്കുന്ന ഒരു സംസ്കാരം നിറഞ്ഞു നിന്നിരുന്ന ഒരിടമാണ്. ജനകൻ വിചാരിച്ചു ചില ചോദ്യങ്ങളിൽ കൂടി ഒരു പരീക്ഷണം നടത്താം. അങ്ങനെ ചില ചോദ്യങ്ങൾ ചോദിച്ച ആ ചോദ്യങ്ങളാണ്, ആ ചോദ്യങ്ങൾക്ക് അഷ്ടാവക്രൻ നൽകിയ മറുപടിയും ആ ചോദ്യങ്ങൾ കൊണ്ട് ജനകനിൽ നിന്ന് ഉണ്ടാകുന്ന സംശയങ്ങളും ആ സംശയങ്ങൾ നിറവേറ്റുന്നതിന് അഷ്ടാവക്രം പറയുന്ന മറുപടിയും ചേർന്നതാണ് അഷ്ടാവക്ര ഗീത. ഇതാണ് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു മുഖവുര. മഹാഭാരതം വ്യാസൻ എഴുതുന്നതിന് മുൻപ് ഉണ്ടായ ഒരു കാലഘട്ടത്തിൽ, മഹാഭാരതത്തിലാണല്ലോ ഭഗവത്ഗീത ഉള്ളത്, അതിനു മുന്ന് ഉണ്ടായിരുന്ന ഒരു ഗ്രന്ഥമാണ് അഷ്ടാവക്ര ഗീത. എന്നാൽ മഹാഭാരതത്തിൽ ഭഗവത്ഗീത പ്രസിദ്ധമായി തുടങ്ങിയപ്പോൾ അഷ്ടാവക്ര ഗീത വിസ്മൃതിയിലാണ്ടുപോയി. അപൂർവം ചിലർക്ക് മാത്രമേ ഇത് അറിയുവാനും സാധിച്ചിരുന്നുള്ളൂ. ഇനി നമുക്ക് ഈ ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും ഒന്ന് കണ്ണോടിക്കാം. ജനക ഉവാച കഥം ജ്ഞാനം അവാപ്നോതി കഥം മുക്തിർ ഭവിഷ്യതി വൈരാഗ്യം ജഗതം പ്രാപ്തം ഏതത് ബ്രൂഹി മമ പ്രഭോ. ജനകൻ ചോദിച്ചു, കഥം ജ്ഞാനം അവാപ്നോതി കഥം മുക്തിർ ഭവിഷ്യതി വൈരാഗ്യം ജഗതം പ്രാപ്തം ഏതത് ബ്രൂഹി മമ പ്രഭോ. ജനകനറിയാം ഇത് സാധാരണ ഒരാൾക്ക് ഇതിന് മറുപടി പറയാൻ സാധിക്കില്ല എന്ന അറിവ് നേടിയ ആളായിരുന്നു ജനകൻ. അക്കാലഘട്ടത്തിൽ പണ്ഡിതന്മാരുടെ ഒരു കേളീരംഗമായിരുന്ന വിദേഹത്തിൽ ജനകൻ അങ്ങനെ ആയില്ലെങ്കിലേ സംശയമുള്ളൂ. അഷ്ടാവക്രൻ്റെ മറുപടി, അഷ്ടാവക്രൻ ജനകൻ്റെ ഈ ചോദ്യം കേട്ടു. എങ്ങനെ കഥം ജ്ഞാനം അവാപ്നോതി, എങ്ങനെ അറിവ് നേടാം, കഥം മുക്തിർ ഭവിഷ്യതി, എങ്ങനെ മുക്തി പ്രാപിക്കാം, വൈരാഗ്യം ജഗതം പ്രാപ്തം, എങ്ങനെ വിരാഗത കരസ്ഥമാക്കാം, ഏതത് ബ്രൂഹി മമ പ്രഭോ, ഇത് എന്താണെന്ന്, ഇതെങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞു തന്നാലും ഗുരു. ഇതാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം. അഷ്ടാവക്രൻ ചോദ്യം കേട്ടു. അഷ്ടാവക്ര ഉവാച ക്ഷമാർജവ ദയാദോഷം സത്യം പീയൂഷ വക്ത്വജ. പിന്നെ പറഞ്ഞു, വിഷയാൻ വിഷവത്യജ. ജനക, നീ വിഷയങ്ങളെ വിഷമെന്ന പോലെ ത്യജിച്ചുകൊണ്ട്, വിഷയങ്ങളെ വിഷമെന്ന പോലെ ഉപേക്ഷിച്ചുകൊണ്ട്, ക്ഷമ, ആർജവം, ദയ, ദോഷം, സന്തോഷം, സത്യം എന്നിവയെ അമൃതിനെ പോലെ അമൃതെന്ന് കരുതി ഭക്ഷിച്ചാലും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ജനകൻ്റെ ഈ ചോദ്യത്തിൻ്റെ വിശദീകരണങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗങ്ങളാണ്. നിനക്ക് സമാധാനമുണ്ടാകണമെങ്കിൽ നീ വിഷയങ്ങളെ വിഷമെന്ന പോലെ ത്യജിക്കണം. അതോടൊപ്പം ക്ഷമ, ആർജവം, വക്രതയില്ലാത്ത ഋജുവായ ദയ, സർവഭൂതദയ, ദോഷം, സന്തോഷം, സത്യം, ഏത് കാലത്തും 3 കാലത്തും നിലനിൽക്കുന്ന ഏകവസ്തു സത്യം, ഇതിനെ നീ അമൃതിനെ പോലെ കഴിക്കുക, ഭുജിക്കുക എന്ന സത്യം ബോധ്യപ്പെടുത്തി. ഇനി ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് മോചനം നേടാം എന്നുള്ള വിശദീകരണങ്ങളിൽ ആദ്യമായി പഞ്ചഭൂതങ്ങളെ കൊണ്ട്, പഞ്ചഭൂതാത്മകം ശരീരം ഉണ്ടായ ഈ ശരീരത്തിൽ നിന്ന് ആദ്യമായി നീ ആകാശമല്ല, നീ വായുവല്ല, നീ അഗ്നിയല്ല, നീ ജലമല്ല, നീ ഭൂമിയല്ല, നീ ശുദ്ധമായ ബോധമാണ്, നീ ബോധവസ്തുവാണ് എന്ന തത്വം ഉപദേശിച്ചു. വീണ്ടും നത്വം വിപ്രാതികോ വർണ്ണോ നാശ്രമീന അക്ഷിഗോചരഃ അസംഗോസി നിരാകാരോ വിശ്വസാക്ഷി സുഖീ ഭവ. നത്വം വിപ്രാതി കോ വർണ്ണോ നാക്ഷിഗോചര നാശ്രമി അസംഗോസി
നിരാകാരോ വിശ്വസാക്ഷി സുഖീഭവ. വിപ്രാതിയായ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നീ വർണ്ണങ്ങൾ നീ ഇതൊന്നുമല്ല, നീ ഇതെല്ലാമാണെന്ന് വിചാരിക്കുന്നു. അതാണ് നിന്റെ തെറ്റ്. നത്വം വിപ്രാതി കോവർണ്ണ, ഈ വർണ്ണങ്ങളൊന്നും നിന്നിലില്ല. നാശ്രമി, ഗാർഹസ്ഥ്യം, കൗമാരം, ബാല്യം, യൗവനം, വാർദ്ധക്യം, ഇതൊന്നും നിന്നിലില്ല. ഇതെല്ലാം നിന്നിൽ ഉണ്ടെന്ന് നീ കാണുന്നു. യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല നീ. നീ ഒരു ആശ്രമിയല്ല. നീ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം മുതലായ അന്ധക്കരണങ്ങളുമല്ല. നീ കരണങ്ങളുമല്ല. അസംഗോസി നിരാകാരം, നിനക്ക് സംഘമില്ല. നീ ഇതിനൊന്നും ബന്ധമില്ലാത്തതാണ്. ഇതിലൊന്നും ചേരാതെ ഇതിനെല്ലാം വേർപെട്ട് നിൽക്കുന്നു എന്നതാണ്. ഇതെല്ലാം എന്നിൽ ചേർന്നതാണ് എന്ന് നീ വിചാരിക്കുന്നു. നീ വിശ്വസാക്ഷി, നീ എല്ലാത്തിൻ്റെയും സാക്ഷിയാണ്. നീ ഇതൊന്നുമല്ല, നീ ഇതെല്ലാമാണെന്ന് വിചാരിക്കുന്നു. അതാണ് നിന്റെ ദുഃഖത്തിന് കാരണം. നീ വിശ്വസാക്ഷിയാണ്. എല്ലായിടത്തും സർവഭൂതങ്ങളിലും വ്യാപിച്ച് നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം. നിന്നെ ആരും കാണുന്നില്ല. ആ ചൈതന്യം എല്ലാത്തിനെയും അറിയുന്നു. എല്ലാ കർമ്മങ്ങളും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, എല്ലാ കർമ്മങ്ങളും കാണുന്ന, എല്ലാ കർമ്മങ്ങളിലും ശ്രദ്ധിക്കുന്ന, എല്ലാം നിരീക്ഷിക്കുന്ന, ശരീരിയല്ലാത്ത, ശരീരമില്ലാത്ത സാക്ഷീരൂപമായ, അങ്ങനെയാണ് ഈ സാക്ഷിരൂപങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നത്. നീ എല്ലാത്തിൻ്റെയും സാക്ഷിയാണ് ജനക. നീ ഇത് എല്ലാം ആണെന്ന് വിചാരിക്കുന്നു. അതാണ് നിന്റെ ദുഃഖത്തിന് കാരണം. ഞാൻ ഇതൊന്നുമല്ല എന്ന ഒരു വിശ്വാസത്തോടു കൂടി നീ മുന്നോട്ട് പോയാൽ നിനക്ക് സുഖീഭവ, സുഖമായി ജീവിക്കാൻ സാധിക്കും. അടുത്തത്, മൈ അനന്താംബുദൗ ചിത്തവാദേ വിചിത്രൈഹി ഭുവനകല്ലോലിനാം സമുദ്യദേഹി. മൈ അനന്താംബുദൗ ചിത്തവാദേ വിചിത്രൈഹി ഭുവനകല്ലോലിനാം സമുദ്യതേ. മൈ അനന്താംബുദൗ, ഞാനാകുന്ന അമ്പുതിയിൽ, ഞാനാകുന്ന അനന്തമായ സമുദ്രത്തിൽ, ചിത്തമാകുന്ന കാറ്റടിക്കുമ്പോൾ ഉണ്ടാകുന്ന അലകളാകുന്ന പ്രപഞ്ചങ്ങൾ. മൈ അനന്താംബുദൗ വിചിത്രൈഹി ഭുവനകല്ലോലിനം സമുദ്യതേ, ആലകൾ ഉണ്ടാകുന്നു. മനസ്സാകുന്ന കാറ്റടിക്കുമ്പോൾ നമ്മളിലുണ്ടാകുന്ന അലകളാണ് വിഷയങ്ങൾ, ചിന്തകൾ. ഒന്നിനു പുറകെ ഒന്നായി വരുന്ന തിരമാലകൾ. ഇതാണ് ചിന്തകൾ. ഈ ചിന്തകളാണ് നിന്നെ ദുഃഖത്തിലാഴ്ത്തുന്നത്. അനന്തമായ സംസാരമാകുന്ന കടലിൽ വീണ് നീന്തി തുടിക്കുന്ന നമ്മൾക്ക് അതിന് കാരണം വിചിത്രങ്ങളായ ചിന്തകളുടെ ആവർത്തനങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു എന്നൊരു സത്യം കൂടി ഇവിടെ ഓർമ്മപ്പെടുത്തും. മൈ അനന്താംബുദൗ ചിത്തവാദേ പ്രശാമ്യതി. മൈ അനന്താംബുദൗ ചിത്തവാദേ പ്രശാമ്യതി. അഭാഗ്യഃ ജീവ വാണിജ്യഃ ജഗത്ബോധോ വിനശ്വരഃ. അപ്പം ഈ തിരമാലകളാകുന്ന പ്രപഞ്ചങ്ങൾ എന്നിലെങ്ങനെ ഉണ്ടാകുന്നു എന്ന് നമ്മൾ കണ്ടു. ആ തിരമാലകൾ എങ്ങനെ നമ്മളിൽ ഇല്ലാതാകുന്നു എന്നുകൂടി പറയുന്നു. അനന്തമായ സാഗരമാകുന്ന എന്നിൽ ചിത്തവാദേ പ്രശാമ്യതി, മനസ്സാകുന്ന കാറ്റ് അടങ്ങുന്നു. മനസ്സാകുന്ന കാറ്റടങ്ങിയപ്പോൾ അഭാഗ്യഹോ ജീവവാണിജ്യഃ, ജീവനാകുന്ന കച്ചവടക്കാരൻ്റെ ജഗത്താകുന്ന കപ്പൽ മുങ്ങി. ആ കപ്പൽ ആടിയും ഉലഞ്ഞും പൊങ്ങിയും താണും ചെരിഞ്ഞും ഉയർന്നും എല്ലാം ആ കാറ്റിൽപ്പെട്ട് തകരുകയും കാറ്റടങ്ങിയപ്പോൾ ജഗത്താകുന്ന കപ്പൽ ഇല്ലാതാവുകയും ചെയ്തു. വളരെ സൂക്ഷ്മമായ ഭാഗങ്ങളാണ്, മനസ്സിലാക്കാൻ വളരെ ദുർഘടമാണ്, ബുദ്ധിമുട്ടാണ്. എങ്ങനെ നമ്മളിൽ പ്രപഞ്ചമുണ്ടാകുന്നു എന്നും ഈ പ്രപഞ്ചം
നമ്മളിൽ ഉയരുകയും താഴുകയും ചെയ്ത് എങ്ങനെ നമ്മളിൽ ആ പ്രപഞ്ചം ഇല്ലാതാകുന്നു എന്നും ജഗത്താകുന്ന കപ്പൽ ഉണ്ടായി നിലനിന്ന് മറയുന്ന അതിനെയാണ് ജഗത്തെന്ന് പറയുന്നത്. ഉണ്ടാവുകയും നിലനിൽക്കുകയും മറയുകയും ചെയ്യുന്നു. ആ കപ്പലില്ലാതാവണം. ആ കപ്പൽ എങ്ങനെ ആയി എന്ന ഒരു സൂചനയും നമ്മൾക്കിവിടെ തരുന്നു. അതായത് ഉപാധി സഹിത അനുഭവോൽപ്പന്ന വാസനകൾ, ഉപാധി സഹിത അനുഭവോൽപ്പന്ന ഉത്ഭൂത വാസനകൾ ഒരു ഭാഗത്ത്, ഉപാധി രഹിത അനുഭവോൽപ്പന്ന വാസനകൾ മറുഭാഗത്ത്. ഇതിൽ നിന്നുള്ള മോചനം, ഇതിനെ സൂക്ഷ്മമായി വിവരിക്കുകയാണ് ജനകൻ ചോദിച്ച ചോദ്യത്തിന് അഷ്ടാവക്രൻ പറയുന്ന മറുപടിയിലൂടെ. ഇനിയും ഉദാഹരണങ്ങൾ ഗുരു പറയുന്നു. അഹോ നിരഞ്ജന ശാന്തോ ബോധോഹം പ്രകൃതേ പരഃ ഏതാവന്തമഹാകാലം മോഹേനേവ വിഡംബിതഃ. അഹോ നിരഞ്ജന ശാന്തോ ബോധോഹം പ്രകൃതേ പരഃ ഏതാവന്ത മഹാകാലം മോഹേനേവ വിഡംബിതഃ. അഹോ നിരഞ്ജനം. അഹോ ഇവിടെ എത്തിയപ്പോൾ ആശ്ചര്യത്തിൻ്റെതായ ഒരു ഭാഗത്തേക്ക് എത്തുന്നു. നിരഞ്ജനനും നിരഞ്ജനമായ മാലിന്യമില്ലാത്ത കളങ്കമില്ലാത്ത ആ ബോധം, അത് ശാന്തസ്വരൂപനാണ്. അങ്ങനെയുള്ള ബോധത്തിൽ, ആ ബോധത്തിൻ്റെ അപരരൂപമായിട്ട് പ്രകൃതിയെ അപര, ആ പ്രകൃതത്തിൽ നിന്നും അപരയായി വ്യത്യാസപ്പെട്ട് ഈ യഥോവന്ത മഹാകാലം, ഈ കാലമത്രയും മോഹമാകുന്ന പാശത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. നിന്നെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഈ മോഹപാശമാണ് നിന്റെ ദുഃഖത്തിന് കാരണം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം പരമ്പരയായി അങ്ങനെ വാസനകളിലൂടെ ജന്മങ്ങളുണ്ടായി ആ പരമ്പര അങ്ങനെ പോകുന്നു. നമ്മൾ മറഞ്ഞാലും നമ്മുടെ കർമ്മങ്ങൾ വാസനാരൂപിയായി ആത്മാവിനോട് ചേരുകയും നമ്മിൽ നിന്ന് ആ ജീവൻ നഷ്ടപ്പെടുമ്പോൾ ആ ജീവഭാവത്തിൽ വാസനാരൂപമായി ആ ജീവനോട് ചേർന്ന് ആ ജീവാത്മാവിൽ നിലനിൽക്കുകയും ആ ജീവാത്മാവ് നമ്മളിൽ നിന്ന് പോകുമ്പോൾ ഈ വാസനകൾ അതിൽ ലയിക്കുകയും ചെയ്യുന്നു. ഇത് പുനർജന്മത്തിൻ്റെ ഒരു വ്യാഖ്യാനം കൂടി ഇവിടെയുണ്ട്. അങ്ങനെയാണ് ഈ ജന്മങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി നമ്മളിവിടെ ചിന്തിക്കുന്നു. പലരും ഇത് അംഗീകരിക്കുന്നില്ല. കൺമുമ്പിൽ കാണുന്നത് മാത്രം വിശ്വസിക്കുന്നു. കാണാത്തതിനെ വിശ്വസിക്കാത്ത ഒരു കാലഘട്ടമാണത്. കാണുന്നതിലൂടെ ചതിയിൽപ്പെട്ട് വഞ്ചിക്കപ്പെടുന്ന ഒരു കാലഘട്ടം, കലികാലം. അതിൻ്റെ ഇരകളാണ് നമ്മളെല്ലാവരും. നമ്മൾക്കിതൊന്നും മനസ്സിലാവില്ല. ഇത് മനസ്സിലാവാത്ത ഒരു കാര്യം കൂടിയാണ്. ഇനി അടുത്തതിലേക്ക് പോകാം. അഹോ വികൽപ്പിതം വിശ്വം അജ്ഞാനാത് മയി ഭാസതേ. അഹോ വികൽപ്പിതം വിശ്വം അജ്ഞാനാത് മയി ഭാസതേ. രജ്ജുജ്ഞാനാത് അഹിർഭാതി. അഹോ വികൽപ്പിതം വിശ്വം അജ്ഞാനാത് മയി ഭാസതേ. രൂപ്യം ശുദ്ധൗ ഫണിരജ്ജോ വാരിസൂര്യ കരേയത. അഹോ വികൽപ്പിതം വിശ്വം അജ്ഞാനാത് മയി ഭാസതേ. രൂപ്യം ശുദ്ധൗ ഫണിരജ്ജോ വാരിസൂര്യ കരേയത. ആ ജീവിതത്തിൻ്റെ ഒരു ഉള്ളിയെടുത്ത് നമ്മൾ തൊണ്ടുപൊളിച്ച് വരുമ്പോൾ എങ്ങനെ അതെല്ലാം വേർപെട്ട് പോകുന്നു. അതെല്ലാം കൂടി ചേരുമ്പോൾ എങ്ങനെ അതിനെ കാണുന്നു. ആ കാണുന്ന വസ്തുവിനെ നമ്മൾ വിശ്വസിക്കുന്നു. യഥാർത്ഥത്തിൽ അത് പൊളിച്ചു ചെല്ലുമ്പോൾ നമുക്കൊന്നും കാണാനില്ല എന്നുള്ള സത്യം ആരും മനസ്സിലാക്കുന്നില്ല. കാരണം അഹോ വികൽപ്പിതം വിശ്വം അജ്ഞാനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഞാൻ, അഹംബോധവും അഹംബുദ്ധിയും. അഹം ബ്രഹ്മം, ജഗത് മിഥ്യ. നമ്മൾ പ്രധാന ഭാഗങ്ങളിലേക്ക് കടക്കുകയാണ്.
ഇതിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തി ബോധത്തെ പ്രകാശിപ്പിക്കുന്ന ഭാഗങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഇപ്പോൾ നമ്മൾ എങ്ങനെ അജ്ഞാനത്തിൽ നിൽക്കുന്നു എന്ന് അഷ്ടാവക്ര ഗുരു നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. അതായത് അഹോ വികൽപ്പിതം വിശ്വം അജ്ഞാനാത്മൈ ഭാസതേ, അജ്ഞാനം കൊണ്ട് നിറഞ്ഞ എന്നിൽ, വികൽപ്പിതമായി കൽപ്പിതമല്ലാത്ത അജ്ഞാനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന എന്നിൽ, അങ്ങനെയുള്ള എന്നിൽ, ആ ഞാനവിടെ ഏതിനോട് ഭൂമിക്കാം? രൂപ്യം ശുദ്ധൗ ഫണീരജ്ജോ വാരിസൂര്യ കരേയത. രൂപ്യം ശുദ്ധൗ ഫണീരജ്ജോ വാരിസൂര്യ കരേയത. നട്ടുച്ച സമയത്ത് കടൽക്കരയിൽ ചെല്ലുമ്പോൾ കടൽ ചിപ്പികൾ കരയിൽ സൂര്യൻ്റെ വെയിലടിക്കുമ്പോൾ വെള്ളി പോലെ കാണാൻ സാധിക്കും. അടുത്ത് ചെന്ന് പരിശോധിക്കുമ്പോൾ അത് ഒരു മുത്തുച്ചിപ്പിയാണെന്ന് ബോധ്യപ്പെടും. ഫണീരജ്ജോ, ഫണി സന്ധ്യാസമയത്ത് കയറിൽ കാണുന്ന പാമ്പ്, വെളിച്ചം കൊണ്ട് പരിശോധിച്ചാൽ അത് പാമ്പല്ല കയറാണെന്ന് മനസ്സിലാക്കും. ഇതെല്ലാം ദൃഷ്ടാന്തങ്ങളാണ്. ഗുരുക്കന്മാരെന്ത് ഭാഷ പറയുമ്പോഴും എന്ത് തത്വം പറയുമ്പോഴും ആ തത്വത്തെ ശിഷ്യനിലേക്ക്, ആ തത്വം ശിഷ്യനിൽ പ്രകാശിപ്പിക്കുവാനായി ദൃഷ്ടാന്തങ്ങൾ കൂടി പറയും. അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മളെ മനസ്സിലിരിക്കുള്ളൂ. ആ ദൃഷ്ടാന്തങ്ങളിലൂടെ നമ്മളിലൊരു ഭാവം പ്രകടമാകും. ആ ഭാവം ഉണ്ടാക്കി തീർക്കുന്നതിന് വേണ്ടിയാണ് ഗുരുക്കന്മാർ ശ്രമിച്ചിരുന്നത്. രൂപ്യം ശുദ്ധൗ ഫണീരജ്ജോ വാരിസൂര്യ കരേയത. വാരിസൂര്യ, സൂര്യരശ്മിയിലെ ജലം. സൂര്യരശ്മിയിലൂടെ, ജലത്തിലൂടെ സൂര്യരശ്മി കടന്നു വരുമ്പോൾ നമുക്കെന്ത് കാണാൻ പറ്റും? മഴവില്ല് കാണാൻ പറ്റും. എന്നാൽ ആ മഴവില്ലുള്ളതാണോ? ഇതെല്ലാം നമ്മൾ കാണുന്നു, എന്നാൽ ഇതൊന്നും ഇല്ലാത്തതാണ്. അജ്ഞാനത്തിൽ നിന്ന് ഉണ്ടായി അജ്ഞാനത്തിൽ നിലനിന്ന് അജ്ഞാനത്തിലേക്ക് മറിയുന്നു. ഈ തത്വം നമ്മളിവിടെ ബോധ്യപ്പെടുത്തുന്നു. ഇതറിയാതെ ഇതാണ് ശരിയെന്ന് നമ്മൾ വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ചെന്നെത്തുന്നത് അന്ധകാരത്തിലേക്കായിരിക്കും എന്ന സൂചന കൂടി ഇവിടെ ഗുരു നമുക്ക് തരുന്നു ജനകനിലൂടെ. ഇനിയോ, മത്തോ വിനിർഗതം വിശ്വം മയ്യേവലയമേദി. മത്തോ വിനിർഗതം വിശ്വം മയ്യേവലയമേദി. മത്തോ വിനിർഗതം വിശ്വം മയ്യേവ ലയമേദി. ഈ വിശ്വം എന്നിൽ ലയിച്ചാൽ, ഈ വിശ്വം എന്നിൽ ലയിക്കുന്നു. ഇതെങ്ങനെ ലയിക്കുന്നു? എങ്ങനെ ഇത് സാധിക്കുന്നു? എന്താണ് വിശ്വം? നമ്മൾ ഇന്ദ്രിയാനുഭവങ്ങളിലൂടെ നമ്മൾ സൃഷ്ടിക്കുന്ന ഒരു ലോകം, ആ ലോകത്ത് കയറിയിരുന്ന് ഞാനെങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ വന്നു എന്ന് ചിന്തിക്കുന്ന ഞാൻ, അതിനെയാണ് വിശ്വം എന്ന് പറയുന്നത്. ഞാൻ സൃഷ്ടിക്കുന്ന ലോകം. ആത്മാവിൻ്റെ ഒരു ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഞാൻ എന്നിൽ എങ്ങനെ ലയിക്കുന്നു? ആത്മരൂപിയായ ഞാനും ഭൗതിക വസ്തുവായ ഞാനും ഇതിൽ നിന്ന് ആത്മസ്വരൂപത്തെ എങ്ങനെ വേർപെടുത്താം, എങ്ങനെ വേർപെടുത്തി മനസ്സിലാക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇനി ഇവിടെ പറയുന്നത്. കുടം മണ്ണിൽ നിന്നുണ്ടാകുന്നു. മണ്ണിൽ നിന്നുണ്ടായി നിലനിൽക്കുകയും അത് വീണ്ടും മണ്ണാകുകയും ചെയ്യുന്നു. കുടം മണ്ണിൽ നിന്നുണ്ടാവുകയും അല്പകാലം കുടമായി നിലനിൽക്കുകയും വീണ്ടും അത് മണ്ണായി തീരുകയും ചെയ്യുന്നു. അവിടെ മൂന്ന് കാലത്തുമുള്ളത്, മൂന്ന് കാലത്തും നിലനിൽക്കുന്നതിനാണ് സത്യമെന്ന് പറയുന്നത്. ആ മൂന്ന് കാലത്തുള്ളതും മണ്ണ് 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 അല്പകാലം കുടമായി നിലനിന്നു. ഇതാണ് കനകേ കടകം തഥ. സ്വർണത്തിൽ വള, സ്വർണം കൊണ്ട് ആഭരണങ്ങൾ. ആ ആഭരണങ്ങൾ നമ്മൾ സ്വർണം കൊണ്ട് ഒരുപാട് രീതിയിൽ, ഒരുപാട് വ്യത്യസ്തമായ രീതിയിൽ വള, കമ്മൽ, മാല, അരഞ്ഞാണം, പാദസരം, അങ്ങനെ പല 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 രീതിയിലെല്ലാം അവനവന് യോജ്യമായ രീതിയിലെല്ലാം ഉണ്ടാക്കി. എന്നാൽ അത് സ്വർണം തന്നെയാണ്. വള സ്വർണത്തിൽ നിന്ന് ഉണ്ടായി, സ്വർണത്തിൽ നിലനിന്ന് സ്വർണത്തിൽ ലയിച്ചു. തിര ജലത്തിൽ നിന്നുണ്ടായി, ജലത്തിൽ നിലനിന്ന് ജലത്തിൽ ലയിച്ചു, ജലത്തിൽ ലയിക്കുന്നു. ഈ തത്വമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. മുകളിൽ ഒന്നുമില്ലാത്തൊരവസ്ഥ, എല്ലാം ശൂന്യമായിരുന്നു. ഇവിടെ
ഒന്നുമില്ലാത്ത അവസ്ഥയല്ല. സത്യത്തിൻ്റെ മുഖം മിനുക്കി നമ്മളെ കാണിച്ചു തരുന്നു. 3 കാലത്തും നിലനിൽക്കുന്നത് സത്യം. അതിൽ ആത്മാവ് എങ്ങനെ പ്രകടമാകുന്നു എന്നുള്ള ഭാഗങ്ങളിലേക്കാണ് നമ്മളിനി കടക്കാൻ പോകുന്നത്. ഇത്രയും സമയം ഉദാഹരണങ്ങളിൽ കൂടെ ഗുരു നമ്മളെ കൊണ്ടുപോയി. ഇനി അടുത്ത ഭാഗം നമുക്ക് പരിശോധിക്കാം. സശരീരമഹോ വിശ്വം പരിത്യജ്യ മയാതുന കുതശ്ചിത് കൗശലോ ദേവോ പരമാത്മാ വിലോക്യതേ. സശരീരം അഹോ വിശ്വം പരിത്യജ്യ മയാതുന കുതശ്ചിത് കൗശലോ ദേവ പരമാത്മാ വിലോക്യതേ. പരമാത്മാവിൻ്റെ ഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കുകയാണ്. പരമാത്മാവ് എന്നാൽ ബോധം. ഈ ശരീരവും ബോധവും, ഈ ശരീരം സ്ഥായിയല്ല എന്ന ഒരു സത്യം നമ്മളെ കാണിച്ചു തന്നു മുന്നുദാഹരണങ്ങളിൽ. സ്ഥൂലമായതെല്ലാം നശിക്കുന്നതാണ്. കുടം സ്ഥൂലമായത് കാണുന്ന രീതിയിൽ. വള സ്വർണത്തിൽ ലയിക്കുന്നു, വളയില്ലാതെയായി. കടലിലെ തിരകൾ അത് നുരയും പതയുമെല്ലാം ജലമായി അവശേഷിക്കുന്നു. ഇനി അതിൽ നിന്ന് വേർപെട്ട് നമ്മുടെ ശരീരത്തിനെ ഉദാഹരണമാക്കി കാണിക്കുന്നു. സശരീരമഹോ വിശ്വം. എൻ്റെ കൽപ്പനകൾക്കനുസൃതമായി ഞാൻ സൃഷ്ടിച്ച, എൻ്റെ ചിന്തകൾക്കും വിചാരങ്ങൾക്കും കർമ്മങ്ങളിലൂടെയും ഞാൻ കണ്ട, ഞാൻ അനുഭവിച്ച എൻ്റെ അനുഭവങ്ങളെ കോർത്തിണങ്ങിക്കൊണ്ട് എനിക്ക് മാത്രം അറിയാവുന്ന രീതിയിൽ ഞാൻ സൃഷ്ടിച്ച ഈ വിശ്വം സ്ഥായിയല്ല എന്ന് നമ്മൾ കണ്ടു. സ്ഥായി ആണെന്തുള്ള പരമാത്മാവ് മാത്രമുള്ളൂ. സശരീരമഹോ വിശ്വം. ഈ വിശ്വവും ഈ ശരീരവും ഒന്നു തന്നെ എന്ന ബോധം ഇവിടെ എന്ന കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇത് മനസ്സിലാക്കിയ പരിത്യജ്യ, അതുകൊണ്ട് ഇത് പരിത്യജിച്ച് കുതശ്ചിത് കൗശലോ ദേവോ, ഏതോ ഒരു കൗശലത്താൽ ഞാൻ പരമാത്മാവിനെ അറിയുന്നു. പരമാത്മാവിൻ്റെ അടുത്തേക്കുള്ള, ബോധത്തിൻ്റെ അടുത്തേക്കുള്ള നമ്മളുടെ യാത്ര, അതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അഹോഹം നമോ മഹ്യം വിനാശോ യസ്യ നാസ്തി മേ ബ്രഹ്മാദിസ്തംഭപര്യന്തം ജഗന്നാശേവി തിഷ്ഠതഃ. അഹോഹം നമോ മഹ്യം വിനാശോ യസ്യ നാസ്തി മേ ബ്രഹ്മാദിസ്തംഭപര്യന്തം ജഗന്നാശേവി തിഷ്ഠതഃ. അഹോ, ആ ബോധത്തിൻ്റെ കിരണങ്ങൾ നമ്മൾ വന്നു ചേരുമ്പോൾ അഹോഹം നമോ, ഞാൻ ആ ബോധസ്വരൂപത്തെ ആക്കി തുടങ്ങുന്നു. ഞാനതിനെ നമസ്കരിക്കുന്നു. ആ ബോധം ഞാൻ തന്നെയാണെന്നൊരു ചെറിയ തോന്നൽ എന്നിലേക്ക് പ്രകടമാകുന്നു. കാരണം ബ്രഹ്മാദിസ്തംഭപര്യന്തം, എനിക്ക് നാശമില്ല എന്ന് ഞാൻ അറിയണം. എല്ലാം നശിച്ചാലും ഉള്ള ഞാൻ ബ്രഹ്മാദിസ്തംഭപര്യന്തം ജഗന്നാശേവി തിഷ്ഠതഃ. ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ നശിക്കുന്നത് ഞാൻ കാണുന്നു. ഈ ലോകത്തിലുള്ള എല്ലാം നശിച്ചാലും അത് നശിക്കുന്നതായി ഞാൻ കാണുന്നു. കാരണം എന്താ? വിനാശോ യസ്യ നാസ്തി മേ, എനിക്ക് നാശമില്ല എന്ന് ഞാനറിയുന്നത് അപ്പോഴാണ്. എനിക്ക് നാശമുണ്ടെങ്കിൽ എല്ലാം നശിച്ചാലും ഞാനും നശിക്കേണ്ടതാണ്. പിന്നെ എനിക്കിത് കാണാൻ സാധിക്കില്ല. എല്ലാം നശിച്ചാലും നശിക്കാത്ത ആ ചൈതന്യത്തിനെയാണ് ബോധമെന്ന് പറയും. അതാണ് പരമാത്മാവ്. ഈ സത്യത്തെ ഇവിടെ സൂചിപ്പിക്കുന്നു. ഇന്നിപ്പോൾ നേരമിത്രയായല്ലോ, നാളെ പുലർകാലയാകട്ടെ. സമയം പോയതറിഞ്ഞില്ല. അഷ്ടാവക്രഗീതയുടെ പൂർണ്ണമായ വിവരണമായിട്ടില്ല. ഞാനത് പഠിച്ചൊരു ഭാഗം ഓർത്തപ്പോൾ അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചെന്നുള്ളൂ. ദേവകളും സാക്ഷാൽ ശബരിമല അയ്യപ്പനും ശാസ്താവും തമ്മിൽ ഇതുപോലൊരു വാദം ഉണ്ടായി. വേദം കൊണ്ട് മത്സരിക്കാൻ ദേവലോകത്തെത്തിയ ശാസ്താവ്, അച്ഛനായ പരമശിവൻ്റെ സമ്മതം ഉണ്ടായിരുന്നില്ല. ദേവകൾ നിന്നെ പറ്റിക്കുമ്പോൾ എന്ന് ഞങ്ങൾ പോകണ്ട, അവർ ചതിയന്മാരാന്ന് പറഞ്ഞു. അപ്പോൾ ശാസ്താവ് പറഞ്ഞു, ദേവകളെ എന്നെ പറ്റിച്ചാൽ ഞാൻ ദേവകളെയും പറ്റിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ ആദ്യത്തെ ദിവസം വാദങ്ങൾ നടന്നു കഴിഞ്ഞപ്പോൾ അവസാനിച്ചു. ആ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇന്നിപ്പോൾ നേരം ഇത്ര ആയല്ലോ,
നാളെ പുലർകാലേ ആകട്ടെ എന്ന് പറഞ്ഞത്. പിറ്റേ ദിവസം പുലർന്നപ്പോൾ ദേവകൾ അയ്യപ്പസ്വാമി ചതിച്ചു. ആ കഥകളൊക്കെ വേറൊരവസരത്തിൽ നമുക്ക് വിവരിക്കാം. ഇന്ന് അഷ്ടാവക്ര ഗുരുവിൻ്റെ വാക്കുകളിലൂടെ ജനകനിൽ സത്യത്തിൻ്റെ മുഖം തെളിഞ്ഞു. സത്യം, 3 കാലത്തും നിലനിൽക്കുന്ന ഏകം സത്യം, ഗുരുദേവൻ്റെ വാക്ക്. അതുതന്നെയാണ് ബോധം, അതുതന്നെയാണ് പരമാത്മാവ്. അതിലേക്ക് ജനകൻ പ്രവേശിക്കുന്നതായ, അല്ലെങ്കിൽ ജനകൻ അറിയുന്നതായ, ജനകനിലൂടെ നമ്മളിലേക്ക് ആ അറിവ് കയറേണ്ടതായ ആ രീതികളും ഇതിൽ നിന്ന് ജനകൻ മനസ്സിലാക്കിയ പോലെ നമ്മളും ജനകൻ്റെ സ്ഥാനത്ത് നമ്മളാണെന്നും അറിഞ്ഞുകൊണ്ട് അടുത്ത ഭാഗം നമുക്ക് നാളെ പറയാം. അമൃതാത്മാക്കളെ, അഷ്ടാവക്ര ഗീതയുടെ ഏതാനും ചില ശ്ലോകങ്ങൾ നമ്മൾ പരിശോധിച്ചു. എല്ലാ ഐശ്വര്യങ്ങളും നിറഞ്ഞ വിദേഹം, എല്ലാ പണ്ഡിതന്മാരെയും പുലുകിയിരുന്ന വിദേഹം, എല്ലാ അറിവുകളും നേടിയിരുന്ന വിദേഹത്തിൻ്റെ ചക്രവർത്തിയായ ജനക ചക്രവർത്തി. ആ ചക്രവർത്തി അഷ്ടാവക്ര ഗുരു, 16 വയസ്സുള്ള 8 വളവുകളോടുകൂടിയ ഒരു കുട്ടിയോട് കഥം ജ്ഞാനം അവാപ്നോതി, കഥം മുക്തിർ ഭവിഷ്യതി, വൈരാഗ്യം ജഗതം പ്രാപ്തം, ഏതത് ബ്രൂഹി മമ പ്രഭോ എന്ന് വളരെ ഭക്തിയോടുകൂടി ആദരവോടുകൂടി ചോദിച്ച ചോദ്യത്തിന് അഷ്ടാവക്ര ഗുരുവിൽ നിന്ന് ഉണ്ടാകുന്ന മറുപടിയും അത് കേട്ട് ജനകനിൽ ഉണ്ടാകുന്ന അനുഭൂതികളും, ആ അനുഭൂതികളിൽ നിന്നുകൊണ്ട് ജനകൻ വീണ്ടും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന അഷ്ടാവക്ര ഗുരുവുമാണ്. ആ രംഗമാണ് നമ്മളിവിടെ പ്രതിപാദിച്ചു കൊണ്ടിരിക്കുന്നത്. ജനകൻ്റെ ചോദ്യത്തിന് അഷ്ടാവക്ര ഉവാച മുക്തിർ ഭവിഷ്യതി താത വിഷയാൻ വിഷവദ്യജ ക്ഷമാർജവദയാ ദോഷം സത്യം പീയൂഷവക്ത്വജ മുക്തിർഗച്ഛതി താത വിഷയാൻ വിഷവത്യജ ക്ഷമാർജവദയാ ദോഷം സത്യം പീയൂഷവക്ത്വജ. അല്ലയോ ജനക, നീ മുക്തി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ വിഷയങ്ങളെ വിഷമെന്ന പോലെ ത്യജിക്കുകയും ക്ഷമ, ആർജവം, ദയ, ദോഷം, സത്യം ഇവയെ അമൃതെന്ന് കരുതി നീ അത് കഴിക്കുകയും ചെയ്യണം എന്ന ആമുഖത്തോടു കൂടി ആണ് ഈ അറിവിൻ്റെ ലോകത്തിലേക്ക് കടക്കുന്നത്. അഹോഹം നമോ മഹ്യം വിനാശോ യസ്യ നാസ്തി മേ ബ്രഹ്മാദിസ്തംഭപര്യന്തം ജഗന്നാശേ വിദുഷ്ടതഃ. ഇവിടെ വരെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. ജീവിതത്തിൻ്റെ വ്യർത്ഥമായ മുഖങ്ങളെ, ചിന്തകളെ, ഒന്നിനു പുറകെ ഒന്നായി വരുന്ന ചിത്തവൃത്തികളെ, ആ ചിത്തവൃത്തികളിലൂടെ പ്രതിപാദിക്കുന്ന ആത്മാവിനെ നമ്മിൽ നിന്ന് അകറ്റുന്ന, ബോധത്തെ നമ്മിൽ നിന്ന് അകറ്റുന്ന രീതികളും, ആ രീതികളിൽ നിന്ന് നമ്മൾ എങ്ങനെ പുറത്ത് കടക്കണം എന്നുള്ള ചിന്തകളും ഉൾക്കൊള്ളുന്ന ഭാഗങ്ങൾ നമ്മൾ ഇതിക്ക് മുന്നിൽ പ്രതിപാദിച്ചു. അങ്ങനെ ആത്മാവിൻ്റെ ബോധത്തിൻ്റെ തലങ്ങളിലേക്ക് ജനകൻ പ്രവേശിക്കുന്നു. ഇത്രയധികം സൗഭാഗ്യങ്ങളുണ്ടായിരുന്നിട്ടും, ഇതെല്ലാം തൻ്റെ അധീനതയിലുണ്ടായിരുന്നിട്ടും അതിനെ മാത്രമേ താൻ കണ്ടുള്ളൂ, താൻ തന്നെ കണ്ടില്ല എന്നൊരു കുറ്റബോധം ജനകനിൽ തെളിയുന്നു. താൻ തൻ്റെ സൗഭാഗ്യങ്ങളിൽ മാത്രം കണ്ണു നട്ടിരിക്കുമ്പോൾ താൻ തന്നിലേക്ക്, തൻ്റെ ആത്മാവിലേക്ക്, തൻ്റെ ബോധത്തിലേക്ക് ഇറങ്ങിയില്ല എന്ന കുറ്റബോധവും ജനകനിൽ ഉരുത്തിരിയുന്നു. ഇനി അടുത്തത് നമുക്ക് പരിശോധിക്കാം. ആത്മാജ്ഞാനാത് ജഗത് ബാധേ ആത്മജ്ഞാനാത് ജഗത് ന ഭാസതേ രജ്ജുജ്ഞാനാത് അഹിർബാധേ തജ്ഞാനാത് അഹിർ ന ഭാസതേ. ആത്മാജ്ഞാനാത് ജഗത് ബാധി, ആത്മജ്ഞാനാത് ജഗത് ന ഭാസതേ. ദൃഷ്ടാന്തമായി പറയുന്നു, രജ്ജുജ്ഞാനാത് അഹിർബാധി തജ്ഞാനാത് അഹിർ ന ഭാസതേ. ആത്മജ്ഞാനാത് ഒരു ദീർഘത്തിൻ്റെ വ്യത്യാസമുള്ള രണ്ടും തമ്മിൽ.
ആത്മാജ്ഞാനം, ആത്മാവിനെ കുറിച്ചുള്ള അജ്ഞാനം, ആത്മജ്ഞാനം, ആത്മാവിനെ കുറിച്ചുള്ള അജ്ഞാനം മാറിയപ്പോൾ കിട്ടിയ ജ്ഞാനം. ഇതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആത്മാജ്ഞാനത്തിൽ നിന്ന് വികല്പങ്ങളുണ്ടാകുന്നു, ജഗത്ത് പ്രകാശിക്കുന്നു. അജ്ഞാനത്തിൽ ജഗത്ത് പ്രകാശിക്കുന്നു. അജ്ഞാനത്തിൽ ഇല്ലാത്ത പലതും ഉള്ളതാണ് എന്ന് നമ്മളിൽ ഭ്രമമുണ്ടാക്കുന്നു. ആത്മാവിനെ തിരിച്ചറിയുമ്പോഴോ ആത്മജ്ഞാനാത്. എന്താണ് ബോധം? ആത്മാവും ബോധവും ഒന്നാണെന്നുള്ള കാര്യം നമ്മൾ ഈ സമയങ്ങളിൽ കൂടി ഓർത്തു പോകണം. ആത്മാവിൻ്റെ സ്ഫുരണങ്ങളാണ് ജീവൻ, പ്രാണൻ എന്നുള്ള കാര്യങ്ങളും ഈ അവസരത്തിൽ ഓർമ്മിക്കണം. ആത്മജ്ഞാനം കിട്ടുമ്പോൾ ജഗത്തില്ലാതാകുന്നു. ജ്ഞാനദശയിൽ ജഗത്ത് നമ്മളിൽ പ്രത്യക്ഷപ്പെടുന്നു. നമ്മളിൽ ഈ പ്രത്യക്ഷപ്പെടുന്ന ജഗത്തും ഞാനും. ഈ ജഗത്ത് പ്രകാശിക്കുമ്പോൾ എന്തുകൊണ്ട് ഞാൻ പ്രകാശിക്കുന്നില്ല? എൻ്റെ ബോധം തന്നെയല്ലേ ആ ജഗത്തായി പ്രകാശിക്കുന്നത് എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തുമ്പോൾ അഹോഹം നമോ മഹ്യം, അഹോ അഹം നമോ മഹ്യം, ഞാനും നീയും ഇവിടെ ഇല്ലാതെയാവുന്നു. എന്നിലും നിന്നിലും പ്രകാശിക്കുന്ന ബോധം ഒരേ ബോധം. എന്നിൽ പ്രകാശിക്കുന്ന ബോധം തന്നെ നിന്നിലും പ്രകാശിക്കുന്നതിനാൽ നീയും ഞാനും ഒന്ന് തന്നെ. അതാണ് സർവഭൂതാനി ആത്മനി സർവഭൂതാനി ഭഗവത്ഗീത. ഈ തത്വം തന്നെയാണ്. ഈ തത്വത്തിലെത്തുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളും തരണം ചെയ്യുന്നത്. ഈ ഘട്ടത്തിലേക്ക് എത്താൻ വളരെ 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 ദുർഘടമാണ്. 3 തലങ്ങളിൽ, അതായത് പ്രാതിഭാസികം, വ്യവഹാരികം, പാരമാർത്ഥികം, ഈ 3 തലങ്ങളിൽ കൂടി സഞ്ചരിക്കുന്ന നമ്മൾ വ്യവഹാര തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ 2 തലങ്ങളെയും അറിയുന്നത്. വ്യവഹാരിക തലത്തിൽ നിൽക്കുമ്പോൾ പല കർമ്മങ്ങളും കർമ്മബന്ധങ്ങളായി നമ്മളെ ബന്ധിക്കുകയും പിന്തുടരുകയും ചെയ്യുന്നത് കൊണ്ട് ശരിയായ അറിവിലേക്കുള്ള വഴിക്ക് സഞ്ചരിക്കാൻ നമുക്ക് പല ബുദ്ധിമുട്ടും ഉണ്ടാകും. അങ്ങനെ നമ്മളിപ്പോൾ ജനകനിലൂടെ, അഷ്ടാവക്ര ഗുരുവിലൂടെ നമ്മളുടെ ആത്മാവിൻ്റെ തലത്തിലേക്ക്, ബോധത്തിൻ്റെ തലത്തിലേക്ക് പ്രവേശിക്കുന്നു. അജ്ഞാനം കൊണ്ട് ഉള്ളതായി തോന്നുകയും അജ്ഞാനമില്ലാതാവുമ്പോൾ അത് ഇല്ലാത്തതാണ്, ശാശ്വതമല്ല എന്ന സത്യവും സ്ഥൂലവും സൂക്ഷ്മവുമായ ആ സത്യത്തെ നമ്മൾ തിരിച്ചറിയുന്നു. ആ ഘട്ടങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ആത്മജ്ഞാനാത് ജഗത് ബാധി, ആത്മജ്ഞാനാത് ജഗത് ന ഭാസതേ, രജ്ജുജ്ഞാനാത് അഹിർബാധി, തജ്ഞാനാത് അഹിർന ഭാസതേ. അരണ്ട വെളിച്ചത്തിൽ കയറിൽ പാമ്പിനെ കാണുന്നു. ഇത് വേദാന്ത ഭാഷയാണ്. പ്രാചീന കാലം മുതൽ ഗുരുക്കന്മാർ ആവർത്തിക്കുന്ന ഒരു ദൃഷ്ടാന്തമാണ്. ഇന്ന് പല ദൃഷ്ടാന്തങ്ങളും ഇപ്പോൾ നമ്മുടെ കൺമുമ്പിലുണ്ട്. ഇതിനോട് സാമ്യമായ ദൃഷ്ടാന്തങ്ങൾ പലതും ഉണ്ട്. അന്നത്തെ കാലത്ത് ഗുരു ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു കൊടുത്ത മാർഗ്ഗമാണ് ഇവിടെ പറയുന്നത്. അരണ്ട ശ്രീനാരായണ ഗുരുദേവനും ഇത് തന്നെയാണ് വേദാന്തത്തിൽ പറയുന്നത്. അരണ്ട വെളിച്ചത്തിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ സന്ധ്യാസമയത്ത് വഴിയിൽ, അന്നൊക്കെ അങ്ങനെയാണല്ലോ നടന്നുകൊണ്ടിരുന്നത്, ഇന്നത്തെ മാതിരിയല്ലല്ലോ. ഒരു പാമ്പ് കിടക്കുന്നതായിട്ട് തോന്നി. വേഗം നമ്മൾ അടുത്തൊരു വീട്ടിൽ ചെന്ന് ഒരു വെളിച്ചം മേടിച്ചുകൊണ്ട് നോക്കിയപ്പോൾ അത് പാമ്പല്ല, കയറാണെന്ന് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? വെളിച്ചം കൊണ്ടുവന്നു. ആ വെളിച്ചം വന്നപ്പോൾ സത്യം നമുക്ക് ബോധ്യപ്പെട്ടു. കയറിൽ പാമ്പില്ലാതെയായി. അതിനു മുന്ന് പാമ്പിൽ കയറുണ്ടായിരുന്നു. ഇതാണ് ആ തത്വത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരിയായ വെളിച്ചം വന്നപ്പോൾ തജ്ഞാനാത് ശരിയായ അറിവ് ലഭിച്ചപ്പോൾ വെളിച്ചം വന്ന് ആ വെളിച്ചത്തിൽ നോക്കിയപ്പോൾ, അതിന് ടോർച്ചടിച്ച് നോക്കിയപ്പോൾ അത് പാമ്പല്ല, അത് കയറാണെന്ന് മനസ്സിലായി. തജ്ഞാനാത് അതിൻ്റേതായ ആ അറിവ് കിട്ടിയപ്പോൾ യഥാർത്ഥ സത്യം നമുക്ക് ബോധ്യപ്പെട്ടു. ഇതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ വളരെ അറിഞ്ഞിരിക്കേണ്ട ഭാഗത്തേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ജനക മഹാരാജാവ് അഷ്ടാവക്രൻ്റെ വാക്കുകൾ കേട്ട് തന്നിൽ നിന്നും സ്ഥൂലമായതിനെ വേർതിരിക്കാനുള്ള
ആ കഴിവിലേക്ക് പ്രവേശിച്ചു. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അഹം കർത്താ ഇതി അഹം മാനകൃഷ്ണാ ഹി ദംശിതായ ത്വം നാഹം കർത്താ ഇതി വിശ്വാസാമൃതം ഭൂത്വാ സുഖീ ഭവ. അഹം കർത്ത ഇതി അഹം മാനകൃഷ്ണാ ഹി ധ്വംസിതായ ത്വം നാഹം കർത്ത ഇതി വിശ്വാസാമൃതം ഭൂത്വ സുഖീ ഭവ. അഹം കർത്ത, ഞാൻ കർത്താവാണ്. ഞാൻ കർത്താവ് എന്ന് പറയുമ്പോൾ ഭോക്താവും കൂടിയാണ്. അപ്പോൾ ഞാനാണ് ഇതിൻ്റെ കർത്താവും ഭോക്താവും. ഞാനാണ് ഇതിൻ്റെ ശരിയായ അവകാശി. ഞാനാണ് ഇതിൻ്റെ എല്ലാം പറയേണ്ടത്. ഞാനാണ് ഇതെല്ലാം കാണേണ്ടത്. എന്നിൽ 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 എൻ്റെ 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 എന്നുള്ള ചിന്തയാകുന്ന അഭിമാനമാകുന്ന മഹാകൃഷ്ണാഹി കരിമൂർഖൻ, അഹമ്മാന കൃഷ്ണാഹി അഭിമാനമാകുന്ന കരിമൂർഖൻ്റെ കടിയേറ്റ നീ ത്വം നീ നാഹം കർത്ത, നാഹം കർത്ത, ഞാൻ ഇതിൻ്റെ ഒന്നും ആളല്ല, എനിക്കിതൊന്നും ആവശ്യമില്ല. ഇതി വിശ്വാസാമൃതം ഭൂത്വ, ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ട് സുഖീഭവ, നീ സുഖമായി ജീവിച്ചാലും. വളരെ ഗൗരവമേറിയൊരു വിഷയമാണത്. ഈ വഴിക്ക് ചിന്തിച്ച പലരും ഉണ്ടായിട്ടുണ്ട്. ഭർതൃഹരിയെ പറ്റി നമുക്കറിയാം. കൊട്ടാരം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് ഇറങ്ങി തിരിച്ച അവസാന അവധൂതനായി തീർന്ന ഭർതൃഹരി. പൂർവ്വചരിത്രങ്ങൾ നമുക്ക് ഒരവസരത്തിൽ ശങ്കരാചാര്യരുടെ കഥ പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ ഭർതൃഹരി അവിടെ ശരിയായ ഭർതൃഹരിയുടെ ജനനവും എല്ലാം വരുന്നുണ്ട്. കാരണം ശങ്കരാചാര്യരുടെ ഗുരുവായിരുന്ന ഗോവിന്ദ ഭഗവത്പാദരുടെ ഗുരുവായ ഗൗഡപാദർ, ആ ഗൗഡപാദരുടെ ശിഷ്യനായിരുന്നു ഈ ഭർതൃഹരിയുടെ അച്ഛൻ ചന്ദ്രശർമ്മ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ആ കഥകളൊക്കെ ശങ്കരാചാര്യരുടെ ഒരു കാര്യം പറയാൻ അവസരം കിട്ടിയാൽ ഞാനത് എന്നിലൂടെ വെളിപ്പെടുത്താം, എനിക്കറിയാവുന്ന രീതി. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് നാഹം കർത്ത, എന്നിലെ ദുഃഖം, ഞാൻ പിടിച്ചിരിക്കുന്ന വസ്തുക്കൾ, എൻ്റെ അഭിമാനമാണ് കാളസർപ്പമായി എന്നെ ധ്വംസിക്കുന്നത്, കടിയേൽപ്പിക്കുന്നത്. അതുകൊണ്ട് ജനക, നീ ഈ വിശ്വാസത്താൽ, നാഹം കർത്ത ഇതി എന്ന വിശ്വാസത്താൽ, ഈ വിശ്വാസാമൃതം, ഈ അമൃതിനെ ഭുജിച്ച് സുഖീഭവ, സുഖമായി ജീവിക്കൂ എന്ന തത്വം പറയുന്നു. ഇനിയാണ് ഏകോ വിശുദ്ധബോധോഹം ഇതി നിശ്ചയവന്നിന അജ്ഞാനഗഗനം പ്രജ്വല്യാത് ഭീതശോകസുഖീഭവ. ഏകോ വിശുദ്ധബോധോഹം ഇതി നിശ്ചയവന്നിന അജ്ഞാനഗഗനം പ്രജ്വല്യാത് ഭീതശോകസുഖീഭവ. ഏകോ വിശുദ്ധബോധോഹം, ബോധം ഒന്നു മാത്രമേ ഉള്ളൂ, അത് രണ്ടില്ല. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഏകം സത്യം ന ദ്വിതീയം എന്ന ഗുരുവിൻ്റെ വാക്കുകൾ. ശിലൈവ ശിവലിംഗം ന ദ്വിതീയം ശില്പിനാകൃതം. ഇത് തന്നെയാണ് ഗുരുദേവനോട് പറഞ്ഞിരിക്കുന്നത്. ഈ ശുദ്ധമായ ബോധം. അഹോഹം നമോ മഹ്യം ഏകോഹം ദേഹവാനഭി ക്വചിന്നഗന്ധനാഗന്ധ വാപ്യമിശ്വമവസ്ഥിത. ഏകോഹം ദേഹവാനഭി, ആത്മാവിനെ, ബോധത്തെ അറിഞ്ഞൊരവസ്ഥയിൽ ശരീരിയായ ഞാൻ. അഹോഹം നമോ മഹ്യം ഏകോഹം ദേഹവാനഭി. ഈ ബോധം എന്നിലിരിക്കുമ്പോഴും എൻ്റെ ശരീരത്തിലുള്ളപ്പോഴും ക്വചിന്നഗന്ധ നാഗന്ധ വാപ്യമിശ്വമവസ്ഥിത. ഈ ചൈതന്യം അകത്തും പുറത്തുമായി എന്നിൽ പ്രകാശിക്കുന്നു. എന്നാൽ ഈ പ്രകാശം ഞാനല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എൻ്റെ ശരീരവും ഈ ശരീരം പരിത്യജിച്ച് ഈ വിശ്വവും, എന്നിൽ കൽപ്പിതമല്ലാത്തതായ പലതും കൽപ്പിക്കുന്ന ഈ വിശ്വത്തെയും ഉപേക്ഷിച്ച് ക്വചിന്നഗന്ധനാഗന്ധ, അകത്തും പുറത്തുമായ ആ ചൈതന്യത്തെ തിരിച്ചറിഞ്ഞ് ആ ചൈതന്യത്തെയാണ് ഏകോ വിശുദ്ധബോധോഹം, ഏകമായ വിശുദ്ധമായ ബോധം ഞാൻ തന്നെയാണെന്ന്, നീ തന്നെയാണെന്ന് മനസ്സിലാക്കി. ഇതി നിശ്ചയവന്യന, വേറെ ഒന്നിനെയും നീ ആശ്രയിക്കണ്ട. കാരണം നീ വിശ്വസാക്ഷിയാണ്.
എല്ലാത്തിൻ്റെയും സാക്ഷിയാണ്. നീ ഈ സത്യം മനസ്സിലാക്കി ഇതി നിശ്ചയവന്യന അജ്ഞാനഗഗനം പ്രജ്വല്യാത്. ഈ ബോധം കൊണ്ട് നിന്റെ അജ്ഞാനമാകുന്ന കാടിനെ കത്തിച്ചു കളഞ്ഞു. ഭീതശോകസുഖീഭവ, ഭയമില്ലാതെ ദുഃഖങ്ങളില്ലാതെ സുഖമായി നീ ജീവിക്കൂ ജനക എന്നാണ് അഷ്ടാവക്ര ഗുരു ഇവിടെ ജനകനോട് പറയുന്നത്. ഈ ഗീതയൊന്നും അഷ്ടാവക്ര ഗീതയൊന്നും ആർക്കുടെ ശ്രദ്ധയിൽ എത്തിപ്പെടില്ല എന്നെനിക്കറിയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം വിസ്മൃതിയിലാണ്ട് പോയി. പല ഗ്രന്ഥങ്ങളും വിസ്മൃതിയിലാണ്ട് പോയിട്ടുണ്ട്. അതൊന്നും കേൾക്കാനോ ശ്രവിക്കാനോ ആർക്കും സമയമില്ല. ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ചും അതിന് സമയം കിട്ടാനും സാധ്യതയില്ല. ആധുനികമായ അറിവുകളെല്ലാം മനസ്സിൻ്റെ ക്ഷിപ്താവസ്ഥ, ഞാൻ സൂചിപ്പിച്ചതാണ് ക്ഷിപ്താവസ്ഥ. ഇവിടെ പറഞ്ഞില്ല. അതായത് ഒരു തുള്ളി വെള്ളം നമ്മൾ ചൂണ്ടുവിരലിലെടുത്ത് തെറിപ്പിച്ചാൽ, ഒരു വിരലുകൊണ്ട് പിടിച്ച് തെറിപ്പിച്ചാൽ എങ്ങനെ അത് ചിതറിപ്പോകുന്നുവോ അതേമാതിരി ചിന്തകൾ ചിതറിപ്പോകുന്ന അവസ്ഥ, അതാണ് ക്ഷിപ്താവസ്ഥ. ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ എങ്ങനെ വിഷയങ്ങളെ പ്രതികരിക്കുക, ഒന്നൊന്നായി അടർത്തി മാറ്റുക. ഈ രീതിയിൽ അജ്ഞാനഗഗനം പ്രജ്വല്യാതെ, ജ്ഞാനമാകുന്ന ആ ഗഗനത്തെ ഏകമാണെല്ലാം, ഏകമാണ് സത്യം, ഏകമാണ് ദൈവം എന്ന വിശ്വാസത്തിൽ ഇതി നിശ്ചയവന്യന, ഈ ബോധം കൊണ്ട് അജ്ഞാനഗഗനത്തെ ജ്വലിപ്പിച്ച് കളയുക. പല മതങ്ങളും ഇവിടെ ഇത് അംഗീകരിക്കില്ല. കാരണം വെച്ചാൽ അവരെല്ലാം മതമെന്ന വിശ്വാസമുള്ളൂ, അവിശ്വാസത്തിൻ്റെ മുകളിൽ മാത്രം നിലനിൽക്കുന്നു. വിശ്വാസമില്ലാതായാൽ അത് ചോദ്യം ചെയ്യപ്പെടും. എന്നാൽ നീ നിന്നെ അറിയുന്ന തത്വം, തത്വമസി എന്ന തത്വത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ വെളിപ്പെടുന്ന ഈ സത്യം, ഭാരതീയ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട്, സനാതനധർമ്മം ഉൾക്കൊണ്ടുകൊണ്ട് ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് ഈ കാര്യങ്ങൾ ബോധ്യമാകും. അഷ്ടാവക്ര ഗീതയിൽ ഇനിയും ഒരുപാട് ശ്ലോകങ്ങൾ ഉൾപ്പെടുത്തി പറയാനുള്ളതാണ്. അതൊന്നും വായിക്കാനോ ഉള്ള ഒരു സാഹചര്യം എനിക്കില്ല. 15 വർഷമായി അന്ധകാരത്തിൻ്റെ ലോകത്തിലിരിക്കുന്ന എനിക്ക് എൻ്റെ ജന്മപുണ്യം കൊണ്ട് എനിക്ക് ലഭിച്ച ഈ അറിവ്, എൻ്റെ ഗുരുവിൻ്റെ വാക്കുപ്രകാരം അറിവ് അടുത്തെത്തുമ്പോൾ അത് ജന്മസുഹൃതവും, അറിവ് അടുത്തെത്തുമ്പോൾ അതിനെ അറിയാതിരിക്കുന്നത് കർമ്മദോഷവും എന്നാണ് പറയണത്. അപ്പോൾ എന്നിൽ ഈ അറിവ് ശരിയാണോ തെറ്റാണോ എന്ന് ഞാൻ തന്നെ പരിശോധിക്കാൻ വേണ്ടി, എനിക്ക് തന്നെ പരിശോധിക്കാൻ വേണ്ടി എനിക്ക് ഉപയോഗിക്കാവുന്നൊരു മാധ്യമം ശ്രവണമായതിനാൽ അന്ധകാരത്തിലിരുന്നു കൊണ്ട് ശ്രവണത്തിൽ ശബ്ദസ്പർശ രസരൂപഗന്ധകളിൽ രൂപം നഷ്ടപ്പെട്ട ഞാൻ, എന്നിൽ രൂപങ്ങളില്ല, കാഴ്ച പോയാൽ പിന്നെ രൂപം കാണാൻ പറ്റില്ല. മറ്റ് ഇന്ദ്രിയങ്ങളെ കൊണ്ടറിയുന്ന ആ സത്യങ്ങൾ എൻ്റെ ഉള്ളിലേക്ക്, അന്ധകരണത്തിലേക്ക് ലയിപ്പിച്ച് അന്ധകരണത്തിൽ നിന്നും ആ അറിവുകൾ ആത്മാവിലേക്ക് ലയിപ്പിക്കുമ്പോൾ ആത്മശരീരമായി നിലനിന്ന് അത് ബോധത്തിലേക്ക് ഉയരണമെങ്കിൽ ഗുരുവിൻ്റെ വാക്കുകൾ, ഗുരുവിൻ്റെ കടാക്ഷം കൂടാതെ സാധിക്കില്ല ആർക്കും. അതുകൊണ്ട് ഏതൊരാൾക്കും ഗുരു എന്നത് ഒഴിച്ചുകൂടാൻ പറ്റില്ല. ഗുരു സാക്ഷാൽ പരബ്രഹ്മം. തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഈ പ്രഭാഷണം എനിക്ക് വേണ്ടി ഞാൻ നടത്തിയ ഈ പ്രഭാഷണം ഞാനിവിടെ സമർപ്പിക്കുന്നു.